ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന എലിയും പല്ലിയും പാറ്റേനൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സും പിന്നെ നമ്മുടെ കിച്ചൺ നല്ല പുതുപുത്തനാക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ നല്ല പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നാരങ്ങ, ഇത് കേടായ നാരങ്ങയാണ്. നമ്മൾ കേടായ നാരങ്ങകൾ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് കളയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇതുപോലത്തെ നാരങ്ങ ഉള്ളപ്പോൾ നമ്മൾ എടുത്ത് വച്ചിരുന്ന നമുക്ക് ഇതുപോലത്തെ നല്ലൊരു സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു നാരങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ എല്ലാം തട്ടിക്കൊടുക്കാം. അപ്പം ഞാനവിടെ നാരങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി അളവിൽ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നാരങ്ങയുടെ മിക്സിനെ നമുക്ക് നല്ലതുപോലെ ആ ജ്യൂസെല്ലാം ഒരു അരിപ്പ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനവിടെ അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ആ ഒരു ജ്യൂസ് എല്ലാം നമുക്ക് ആ ഒരു പാത്രത്തിൽ നല്ലതുപോലെ എല്ലാം ഇറങ്ങിക്കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചാലും നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിച്ചണൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാ ജ്യൂസും നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൊത്തൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനവിടെ എല്ലാം ഒന്ന് അതിൻ്റെ ആ ഒരു ജ്യൂസ് എല്ലാം പിഴിഞ്ഞ് ആ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൊത്തങ്ങ് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഷാമ്പു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷാമ്പുവിന് പകരം നിങ്ങൾക്ക് ലിക്വിഡും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സോപ്പ്, ചെറിയ 5ൻ്റെ സോപ്പ്, വിമ്മിൻ്റെ സോപ്പോ അല്ലെങ്കിൽ ഇത് ഏത് സോപ്പായാലും നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പായാലും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഷാമ്പു ചേർക്കുന്നത് വെച്ചാൽ നല്ല മണം, ആ ഒരു കിച്ചണിലൊക്കെ നല്ല മണം കിട്ടും നമ്മൾ ഇത് കൊണ്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ. അതിനുശേഷം ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കിയ ശേഷം ഞാൻ ഇവിടെ ഒരു സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുപ്പി ഒന്ന് അടപ്പിൽ ഹോളിട്ട ശേഷം നമ്മൾ അതിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ കിച്ചൻ്റെ അടുപ്പിൻ്റെ പുറത്തും അതുപോലെ തന്നെ കിച്ചൺ ടൈലിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ എത്ര അഴുക്കുണ്ടെങ്കിലും അത് നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ പാചകമൊക്കെ ചെയ്ത ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കഴുകണേക്കാളും നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം നമ്മളൊരു കോട്ടൺ തുണിയോ എന്തെങ്കിലും വെച്ചൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ലതുപോലെ എപ്പോഴും ക്ലീനായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് കഴുകുകയോ ഒന്നും വേണ്ട, ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അതുമാത്രമല്ല, നമ്മൾ ഈ അടുപ്പിൻ്റെ പുറത്തുള്ള ആ ഒരു ഇതൊക്കെ മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. എപ്പോഴും നമ്മളത് വൃത്തിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലിയും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും. ഈ നാരങ്ങയുടെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു അലുമിനിയത്തിലൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം തുടച്ചെടുക്കുകയാണെങ്കിൽ ചെറിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മാറും. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ കറയൊക്കെ മാറി കിട്ടും. പിന്നെ നമ്മൾ ഈ കിച്ചൺ ടൈലിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതെപ്പോഴും നല്ല മണത്തോടെ ഇരിക്കും. നമ്മൾ അഴുക്കെല്ലാം മാറ്റി നല്ലതുപോലെ ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ്. ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഈ ടേലിൻ്റെ പുറം കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അഴുക്കൊക്കെ പോയി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.
ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന എലിയും പല്ലിയും പാറ്റേനൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലിയും പാറ്റേനൊക്കെ അടുക്കളയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഈ പല്ലിയുടെയും പാറ്റയുടെയും ഈച്ചയുടെയൊക്കെ ശല്യം മൂലം പൊറുതിമുട്ടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇതിനെ ഓട്ടിക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ പൊയിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് മുറുക്കാൻ കടയിലൊക്കെ കേട്ടാൽ നമുക്ക് ഇതുപോലെ 10 രൂപയ്ക്ക് ഒക്കെ പൊയില തരും. അപ്പോൾ ആ ഒരു പൊയിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുക്കുന്നില്ല, കുറച്ച് അളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 കഷ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 കഷ്ണം ഒന്ന് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിനെ ഏതെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കവറിലോ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് വെളുത്തുള്ളിയുടെ തോടും ഉള്ളിത്തോടും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ആ ഒരു കളറെല്ലാം ഒന്ന് മാറി കിട്ടുക. കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് തെളിച്ച് വീഴ്ത്തിയ ശേഷം നമ്മളൊരു ബോട്ടിലിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിലോ ആക്കിയ ശേഷം നമ്മൾ രാത്രി നമ്മൾ കിച്ചൺ ടൈലിലും അതുപോലെ തന്നെ സിങ്കിലൊക്കെ നമ്മളൊന്ന് തളിച്ചിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാത്രി വരുന്ന പാറ്റയും പല്ലിയുടെയും ഈച്ചയുടെ ഒക്കെ ശല്യം നല്ലതുപോലെ കുറവാക്കി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ.